Watch full episodes on Jio Hotstar. അങ്ങോട്ട് നോക്ക്, ഇവിടെ ആരോ താമസിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ഹെൽപ്പ് ചോദിക്കാം. ഇവിടെ എന്തായി സംഭവിക്കുന്നേ? എക്സ്ക്യൂസ് മീ, സോറി സോറി. എനിക്കിനി തോന്നിയതായിരിക്കോ അകത്ത് ചെറിയമ്മ നിൽക്കുന്നതായിട്ട്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടാ തോന്നും എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്നുണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇത് കാണുമ്പോ എന്റെ പുറകിൽ ചെറിയമ്മ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോവാ. നിന്റെ പുറകിലല്ല, നിന്റെ മുന്നില്. കാണിച്ചു തരാം നിന്നെയൊക്കെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേന്ന്. അത് ഞാനല്ല നിന്നോട് ചോദിക്കേണ്ടത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ഇത് ഏതാ ഈ സ്ഥലം? പെട്ടെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ചെറിയമ്മ ഞാൻ എല്ലാം പറയാം, എല്ലാ സത്യവും പറയാം. അതുണ്ടല്ലോ. ചെറിയമ്മേ, ആ നിധി ആ മിസ്റ്റർ ചംകൂന്റെയാണ്. നമ്മളത് എടുത്തു കൊടുത്താൽ അവര് നമുക്ക് കാശ് തരും. ആദ്യം നമുക്ക് ആ നിധി അങ്ങ് കണ്ടുപിടിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞ് തീരുമാനിക്കാം. എന്ത് പറയുന്നു? ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ പോയി വേറൊരു കാറ് പറ. നമുക്ക് പോയി ആ നിധി അന്വേഷിക്കാം. എന്റെ നടു. ബോസ്, അത് ജട്കയുടെ കാറാണ്. മാത്രവുമല്ല അത് പറക്കുന്നതുമാണ്. ജോണായിരിക്കും ഡോൺ. ഈ ജോൺ തന്നെ ആയിരിക്കും ഡോൺ. എന്റെ പൊന്നു മോൻ, ഇങ്ങ് അടുത്തേക്ക് വാ. വണ്ടി വരുന്നതിന് മുന്നേ നിർത്തോ, വണ്ടി ഒന്ന് നിർത്തോ. സാറുമാരെ, എന്റെ കുഞ്ഞിന് ഒട്ടും തന്നെ സുഖമില്ല. ഹായ് ഹായ്, എന്ത് നല്ല ഭംഗിയുള്ള കൊച്ചോ, താടിയുള്ള കൊച്ചോ. ഇത് ജോണാണല്ലോ. നീ എന്റെ ജോണിനെ എടുത്ത് എറിഞ്ഞോ? ഞാനിപ്പോ നിന്നെ കാണിച്ചു തരാം. മമ്മിയല്ല, എന്റെ ചെറിയമ്മ നിങ്ങളെ രക്ഷിക്കൂ. ചെറിയമ്മ നല്ല അടിപൊളി ടീമാ. എന്റെ രോഗികളാണ് സത്യം. അവരെന്റെ കാറുമായിട്ട് സ്ഥലം വിട്ടു. ജോൺ, നിക്ക്, അവിടെ നിക്ക്. ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോ ശരിയാക്കി തരും. എടേ, പെട്ടെന്ന് കാറൊന്ന് പറപ്പിക്ക്, ഇല്ലെങ്കിൽ ചെറിയമ്മ നമ്മളെ പറപ്പിക്കൂ. വേഗം. ഏത് പറ്റില്ല ബോസ്? ഇതാണോ? ഞാൻ നിന്റെ ചെറിയമ്മയല്ലേ പറയുന്നേ. അവിടെ നിക്ക്, എന്നെ ഇട്ടിട്ട് പോവല്ലേ. ബൈ ബൈ ചെറിയമ്മേ. എന്താ പറ്റിയത്? ഈ കാറ് പറക്കുന്നതാണ്, പിന്നെ നിങ്ങൾ എന്താ പറപ്പിക്കാതിരുന്നത്? റോട്ടിൽ കൂടെയല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയല്ലേ. ഈ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോ നല്ല രസമല്ലേ മോട്ടു? എന്റെ പൊന്നു ചങ്ക്, എന്നെ ഇങ്ങനെ തല്ലരുത്. എന്റെ കയ്യിൽ ആ കാറിന്റെ റിമോട്ട് ഉണ്ട്. എന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറാൻ ആ കാറിന് സാധിക്കുകയില്ല. തരൂ, ആ റിമോട്ട് എന്റെ കൈ തരൂ. ഇപ്പൊ ഞാൻ എന്റെ കളി കാണിച്ചു തരാം. ഇനി ഞങ്ങളുടെ കാറുമായിട്ട് നീ പോവോ?
പറക്കാൻ വലിയ കൊതിയല്ലായിരുന്നോ? പറക്ക് പറക്ക്, എന്തിനാ കരയുന്നേ? പറന്നോളൂ. എന്തായി കാണിക്കുന്നത്? നേരെ ഓടിക്കണേ. നിനക്കൊന്നും പൈലറ്റിന്റെ ലൈസൻസേ കാണില്ലല്ലേ? അതിങ്ങട്ടാ, നിനക്ക് ശരിക്കും കാറ് മര്യാദക്ക് പറപ്പിക്കാൻ അറിയില്ല. ഇപ്പൊ ഞാൻ കാണിച്ചരാ ഈ കാർ എങ്ങനെ പറപ്പിക്കാന്ന്. ഹലോ ജോണി, ജോണി, എന്താ ബാബാ? നിന്റെ അച്ഛൻ ഞങ്ങളടുത്ത് വേഗം പോ, എന്നിട്ട് അവിടെ പോയി എല്ലാം കണ്ടുപിടിക്ക്. ബോസേ, ഈ കാർ ഞാനല്ല ഓടിക്കുന്നത്. അതിന് തോന്നുന്ന പോലെ പോവാ. എന്നെ മേളിൽ വന്ന് വീഴില്ലേ? എനിക്ക് ഈ വൃത്തിയില്ലാത്ത ഇഷ്ടമല്ല. ജോണി, ജോണി, സോറി ബോസേ, സോറി. സോറി ചെറിയമ്മേ, സോറി. എന്ത് ചെയ്ത് ഇത്രയും ചെളിയായി? ക്ലീനർമാരെ, എന്നെ ഒന്ന് വൃത്തിയാക്ക്, എന്നെ ഒന്ന് വൃത്തിയാക്ക്. നീ ചെറിയമ്മ ഇട്ടിട്ട് പോയില്ലേ? എത്ര ധൈര്യം ഉണ്ടായിട്ടാ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാനിപ്പോ ഇടിച്ച് ചമ്മന്തിയാക്കും. ഓ എന്റെ ചങ്കുകളെ, ഇത് കേടാ എന്നാ തോന്നുന്നത്. ഇതിന് പറക്കാൻ കഴിയില്ല, പക്ഷേ ഓടാൻ കഴിയുമല്ലോ. ഇനി പോടാ. അമ്മച്ചി അവന് തല്ല്, നല്ലോണം തല്ല്. ജോണിന് ഇത്ര അഹങ്കാരം. അമ്മച്ചിയല്ലേ തലച്ചിട്ടു പോയത്. കൊടുക്ക് നല്ലോണം ഇടി. നിന്നെ ഞാൻ എടോ നിക്കടോ, അവിടെ നിക്ക്. എന്റെ കയ്യിലെങ്ങാൻ നിങ്ങളെ കിട്ടിയാ നിങ്ങളെ ഞാൻ ചമ്മന്തിയാക്കും. എന്റെ അമ്മോ, എന്റെ ദേഹം മുഴുവനും വേദനിച്ചിട്ട് വയ്യേ. ഏതോ ഒരു കാറ് വരുന്നുണ്ട്. സ്റ്റോപ്പ് സ്റ്റോപ്പ്, കാർ ഒന്ന് നിർത്ത. ബോക്സർ ഏട്ടാ, ഞങ്ങൾക്ക് ക്രിസ്മസ് മൗണ്ടൻ വരെ ഒന്ന് പോണം. അവിടെ വരെ ഒന്ന് ലിഫ്റ്റ് തരാൻ പറ്റുമോ? അതിന് ക്രിസ്മസ് മൗണ്ടൻ ഇവിടുന്ന് ഒരുപാട് ദൂരെയാ. അതിനു മാത്രം സമയം എന്റെ കയ്യിലില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ബോക്സിംഗ് സ്കൂളിൽ എത്തണം. ഫൈനൽസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, ബോക്സിംഗ് സ്കൂൾ തുടങ്ങുക എന്നത് എന്റെ സ്വപ്നമാണ്. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയി ബോക്സിംഗ് പഠിക്കാൻ അവസരം കൊടുക്കണം. ബൈ. ഞങ്ങളെ കൂടെ നിങ്ങളുടെ കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾ ഒരു പങ്ക് തീർച്ചയായും തരും. പിന്നെ നിങ്ങൾക്ക് കുറെ ബോക്സിംഗ് സ്കൂൾ തുറക്കാലോ. എന്ത് പറയുന്നു? അതെങ്ങനെ? എല്ലാം ഒന്ന് തെളിച്ചു പറയൂ. ബോക്സർ ഏട്ടാ, സംഭവം ഇതാണ്. കിട്ടുന്നതിന്റെ 10% നിങ്ങൾക്ക് തരാം. പറയേ, എന്ത് പറയുന്നു ബോക്സർ ഏട്ടാ? ഇതൊക്കെ ആദ്യമേ പറയേണ്ടതല്ലേ? ഇപ്പോഴാണോ പറയുന്നത്? ഇനി ഞാൻ രാജ്യം മുഴുവൻ ബോക്സിംഗ് സ്കൂൾ തുടങ്ങി ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങൾ എന്താ മിഴിച്ചുകൊണ്ട് നിൽക്കുന്നത്? എല്ലാവരും കേറിൻ വണ്ടിക്കകത്തോട്ട്. വേഗം വാ. ഡോക്ടർ ജഡ്ക, നിങ്ങൾ കാർ ഓടിക്കുകയാണോ അതോ കാളവണ്ടി ഓടിക്കുകയാണോ? ജോണിന് കണ്ടില്ലേ, നമ്മുടെ മുമ്പിൽ കയറി പോയി. അവരിപ്പോ ബോക്സറിന്റെ വണ്ടിയിലാണ്. ബോക്സർ ഇപ്പൊ അവരുടെ കൂടെ കൂടിന്നാ തോന്നുന്നേ. എന്റെ രോഗികളാണ് സത്യം. അവന്മാർക്ക് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എന്റെ കയ്യിലും കാറാ ഉള്ളത്, അല്ലാതെ കാളവണ്ടി അല്ല. അറിയാമോളെ?
അംബേദ്കർ ഇന്നേ വരെ എന്തെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വേ ചെയ്തിട്ടുണ്ടോ? ആ, എന്റെ ബോസ് വരുന്നുണ്ട്, ഒരുപാട് മിഠായി തരുന്നുണ്ട്. എന്റെ ബോസ് വരുന്നുണ്ട്. ആ, 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 ബോസ് ബോസ്, നിങ്ങൾക്ക് ചെറിയമ്മ ഒട്ടും ഇഷ്ടമല്ലേ? അതുകൊണ്ടാണോ 2 പ്രാവശ്യവും ചീ ചീ എന്ന് പറഞ്ഞത്? ചീന്നൊന്നും അല്ലടേ, ഞാനൊന്ന് തുമ്മിയതാ. എനിക്ക് എപ്പോഴും തുമ്മല് വന്നോണ്ടിരിക്കുക. പക്ഷെ അവരുണ്ടല്ലോ, അവരൊരുപാട് നല്ലവരാ. അവരാരാണെന്ന് അറിയാമോ? ഈ ജോണിന്റെ ചെറിയമ്മയാ, ചെറിയമ്മ. ഈ ജോണിന്റെ ചെറിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചെറിയമ്മ ആയിരിക്കുമല്ലോ. ഞാൻ എന്റെ ചെറിയമ്മയെ കുട്ടിക്കാലത്തിന് ശേഷം കണ്ടിട്ടേ ഇല്ല. ജോൺ, എന്റെ പൊന്നു മോനെ. ചെറിയമ്മ. ചെറിയമ്മ. അയ്യോ, എന്തൊരു ജലദോഷ നിനക്ക് പിടിച്ചിരിക്കുന്നേ. ഈ തുണിയിലൊന്ന് നന്നായി മൂക്ക് ചീറ്റിക്കേ. ചീറ്റിക്കേ. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? പെട്ടെന്ന് പോയ വെള്ളം ചൂടാക്ക്. ചെറിയമ്മ, ഇതാ ചുടുവെള്ളം. ചുടുവെള്ളം തയ്യാർ. വാ, ഇനി ഇതിലൊന്ന് നന്നായി ആവി പിടിക്ക്. അപ്പൊ നിന്റെ ജലദോഷം എല്ലാം പമ്പ കിടക്കും. ചെറിയമ്മേ, ജലദോഷമാണോ പറഞ്ഞത്? അതോ ഞാൻ മൊത്തത്തോടെ തീരുവോ? ഹലോ ജോൺ, ഞാനാണ് ഡോണിന്റെ എല്ലാം ഡോൺ, സൂപ്പർ ഡോൺ. ആരാ നീ ചോദിക്കേ? മിസ്റ്റർ ചംകോ. സോറി സോറി ബോസ്, ജലദോഷം പിടിച്ചിരിക്കുക. ഫോൺ ദൂരെ വെച്ച് സംസാരിക്കടാ, ഇല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ ഇന്ന് തന്നെ തീർക്കും. ക്ലീനർമാരെ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. നീ എന്നെ വിട്ടിട്ട് ഇതാരോടാ സംസാരിച്ചു? ജോൺ, ഇതാരാണ്? സോറി ബോസ്, ഇതെന്റെ ചെറിയമ്മയാ. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. താഴെ ഇറങ്ങ്. ഞാൻ പറഞ്ഞില്ലേ താഴെ ഇറങ്ങാൻ. മര്യാദയ്ക്ക് താഴെ ഇറങ്ങി നിന്ന് സംസാരിക്കാം. ഞാൻ താഴെ ഇറങ്ങി നിൽക്കുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണേ? ജോൺ, ജോൺ അതാരാണ്? പറഞ്ഞു മനസ്സിലാക്കവരെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ മുത്തശ്ശൻ, ചെറിയമ്മ, വലിയമ്മ എല്ലാരെയും കൂടെ മേളിലോട്ടേക്ക് ഞാൻ. സോറി ബോസേ, എന്റെ മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും നേരത്തെ പോയവരാ. ഇനി ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു പ്രതിബിംബം എന്റെ ചെറിയമ്മ മാത്രമാ. പറ ബോസേ, പറ, എന്താ കാര്യം? മോട്ടുവും പത്തിലും ക്രിസ്മസ് മൗണ്ടനിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുക. അവിടെ ഒരു നിധിയുണ്ട്, അത് നമ്മുടേതാണ്. നിന്റെ പണിയാണ് മോട്ടുവും പത്തിലുണ്ടെ തടയുന്നത്. അവർ ക്രിസ്മസ് മൗണ്ടനിലേക്ക് ഒരിക്കലും എത്തിച്ചേരരുത്. ഓക്കേ ബോസ്. ഫോൺ മുഖത്തൊന്ന് മാറ്റി വെച്ചിട്ട് തുമ്മടാ. മോട്ടുവും പത്തിലുണ്ടെ തടഞ്ഞതിന് ശേഷം നീ അവിടെ ചെന്ന് നിധി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം. നീ ഈ ജോലി മര്യാദക്ക് ചെയ്താൽ ഞാൻ നിന്റെ വീട് പണം കൊണ്ട് നിറയ്ക്കുന്നതാണ്. ഇനി എങ്ങനെ ചെറിയമ്മേനെ കൂടെ കൊണ്ടുവന്നാൽ പൈസ കൊണ്ടായിരിക്കില്ല, വെടിയുണ്ട കൊണ്ടായിരിക്കും നിന്റെ വീട് നിറയ്ക്കുന്നത്. മനസ്സിലായോടാ? നീ ആരാണെങ്കിലും ഞാൻ ഇപ്പൊ പറയുന്നത് കേൾക്ക്. അവൻ എന്റെ മകനെ പോലെ. നീ എന്തിനാ അവന്റെ അടുത്ത് ഇപ്പൊ ദേഷ്യത്തിൽ സംസാരിക്കുന്നേ? ഇനി ഇതുപോലെ ദേഷ്യത്തിൽ സംസാരിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. നീ എന്താ കരുതിയത്? അവന് ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു. നിന്നെ എന്റെ കയ്യിലെന്താ കിട്ടിയാൽ ഞാൻ ശരിയാക്കി തരാം. എന്ത് പറ്റി ബോസ്? ഇതൊക്കെ എന്താണ്? എന്റെ തലയെഴുത്ത് അല്ലാതെ എന്താ? ജോണിന്റെ ചെറിയ ഒരു കൊടുങ്കാറ്റാന്നാ തോന്നുന്നേ. നോക്കിക്കൊണ്ട് നിൽക്കുന്നേ, നന്നാക്കി കൂടി അവനെ. എന്റെ ഈ ചെറിയ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാ. അയ്യോ, നിങ്ങൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാവൂ. പക്ഷേ എന്ത് ചെയ്യൂ? വേഗം എനിക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ, എനിക്ക് വിശന്നിട്ട് വയ്യ. പെട്ടെന്ന് കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ നിന്നെയൊക്കെ തന്തൂരിയിലിട്ട് ഞാൻ നല്ല ഉപ്പും മുളകും പുരട്ടി നന്നായി വറുത്ത് തിന്നും.
നീ ഇവിടെ എന്താ കാണിക്കുന്നേ? ഒന്നുമില്ല ചെറിയമ്മേ. എന്തേ ഒളിക്കുന്നേ നീ? വരൂ ബോസ്, അകത്ത് പോയി കിടക്ക്. ഇനി നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. എണീറ്റ് പോടേ, കുറെ നേരം നമ്പർ 1 നമ്പർ 2 ഇത് ഞാനാണ്, ചെറിയമ്മയല്ല. വേഗം എന്റെ കൂടെ വന്ന് വണ്ടി കയറ്. പോകുന്ന വഴി ഞാൻ എല്ലാം പറയാം. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഞാനായിരിക്കും കോടീശ്വരൻ. എന്നെ തടയാൻ ആരുണ്ട്? എന്റെ പത്ലു ദേ നോക്ക് ജോൺ, പക്ഷെ അവന് എങ്ങോട്ട് പോവോ? മോട്ടു പത്ലു, ദീദിയെ പറ്റി സ്വപ്നം കാണുന്നേക്ക് മറന്നേക്ക്. എന്റെ ബോസ് ചപ്പു കുറച്ച് പ്രശ്നക്കാരനാ. അയാള് നിനക്കിട്ട് 8ന്റെ പണി തരും. നിന്റെ ജീവിതം കോഞ്ഞാട്ട് ആയി പോകൂടെ. അല്ല, ഈ ജോണും നിധി അന്വേഷിച്ചുള്ള യാത്രയില്ല. വേഗം വിട്, അവന്റെ മുമ്പിൽ പോ. മര്യാദക്ക് തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിനകത്തിടും. സാറേ, എന്നെ വിട്ടിട്ട് നിങ്ങളുടെ ജീപ്പിന്റെ ടയറിലേക്ക് നോക്ക്. 4 ടയർ കറങ്ങുന്ന കണ്ടോ? എന്ത്? എന്റെ അമ്മോ, നിർത്ത്. ജീപ്പ് വേഗം നിർത്ത്. നിർത്താൻ. എവിടെയാണ് കറങ്ങുന്നത്? എവിടെയാണ് കറങ്ങുന്നത്? എനിക്കൊന്ന് കാണണം. ആ ജോണനെ മണ്ടനാക്കാൻ നോക്കി. അവനെ ഞാൻ വെറുതെ വിടില്ല. സാർ, ജീപ്പ് ഓടുമ്പോ എന്തായാലും ടയർ കറങ്ങൂലേ? അയാള് സാറിനെ ഫൂളാക്കി. FAOLE. ഞാൻ അവനെ വെറുതെ വിടില്ല. ഏയ്, വരും. പൊളിക്കടുത്തല്ല. ഇത് കാറാണ് ഓടിക്കുന്നത് അതോ കാളവണ്ടിയാണോ? ഒന്ന് ചവിട്ടി പിടിക്കേ. എന്നെ ലുങ്കി, എന്നെ ലുങ്കി പോയേ. ബൈ മോട്ടു പത്ലു, പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. ഇതെന്താ ഈ സംഭവിക്കുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.